ഹായ്, ഞാനിന്നൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, 2ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് മേടിക്കാൻ ഞാനും ഏട്ടായും കൂടി പോവുകയാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ അടുത്ത് തന്നെയാണ്. ഞങ്ങളുടെ സ്റ്റോപ്പ് അരൂർ പമ്പ്, പെട്രോൾ പമ്പിനടുത്താണ് വീട്. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ടോയ് ഷോപ്പ്, 2 ടോയ് ഷോപ്പുണ്ട്, ഓർക്കിഡ് എന്നാണ് രണ്ടിൻ്റെയും പേര്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ കെൽട്രോണിൻ്റെ അടുത്തുള്ള ടോയ് ഷോപ്പിലോട്ടാണ് പോകുന്നത്. ക്ലൈമറ്റ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് തന്നെയുണ്ട്. അടുത്തായതുകൊണ്ട് ഞാൻ ഹെൽമെറ്റും വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു തരത്തിലാണ് പോണതാണ്. നമ്മൾ ഓർക്കിഡ് എത്തി കേട്ടോ. ഇത് കെൽട്രോണിൻ്റെ ഓപ്പോസിറ്റിനുള്ള ഓർക്കിഡാണ്. അത്യാവശ്യം നല്ല ടോയ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം റേറ്റും കുറവാണ്. അതുപോലെ ജീപ്പും അങ്ങനെയുള്ള വണ്ടിയും എല്ലാം ഉണ്ട് കുഞ്ഞുങ്ങൾക്കുള്ളത്. ഒരു അത്യാവശ്യം ഒരു 7-8 വയസ്സ് വരെ ഓടിക്കാൻ പറ്റിയ തരത്തിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സച്ചുവിന് ഒരു ടോയ് മേടിച്ചു. ഒക്ടോപ്പസ് നീരാളി ബാറ്ററിയിലാവണേ, നല്ല രസമാണത്, സൗണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ അത് മേടിച്ച് ഞങ്ങൾ തിരിച്ച് മടങ്ങിയാണ് വീട്ടിലോട്ട്. അടുത്ത് തന്നെയാണല്ലോ, പെട്ടെന്ന് എത്തും. ഇപ്പോൾ ഈ എലിവേറ്റഡ് ഹൈവേ കൊണ്ട് വന്ന കാരണം മഴ പെയ്താൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഗേളിൻ്റെ അടുത്തെത്തി. ഈവനിങ് ആണ് ഫംഗ്ഷൻ. മോനും കസിൻസ് കുട്ടികളെല്ലാവരും ഉണ്ട്. ഇതാണ് ബർത്ത്ഡേ ഗേൾ, പേര് ജാനു എന്നാണ്. ഇച്ചിരി കുസൃതിയുള്ള ആളാണ്. വിളിച്ചാൽ നല്ല വരികയൊന്നുമില്ല. അങ്ങനെ ഞാൻ പറയുകയാണ്, ഇത് എൻ്റെ കയ്യിൽ മിഠായി ഉണ്ട്, വന്ന് തുറന്ന് നോക്കി, ഒരു സൂത്രനാമം പറ്റിച്ചു ആളെ. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു, കളിയുടെ ധൃതിയിൽ നിൽക്കുകയാണ് കേട്ടോ. നേരിട്ട് വരുമൊന്നും. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ് ജാനു? എനിക്ക് എൻ്റെയാണെന്ന് ഉദ്ദേശിച്ച് 5 വയസ്സെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേ നൈറ്റ് ഈവനിങ് ആയി, ഫങ്ഷനായി. അതേ ഒരാളിവിടെ അതേ സ്പെയിനിലെ ടീമിൻ്റെ ഒരാളെ കാണിക്കുകയാണ്. ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും വന്ന് വിളിച്ചത് നല്ല ഫങ്ഷൻ. നമ്മൾ അടുത്ത ഫാമിലീസും അമൽ എന്നാണ് അനിയൻ്റെ പേര്, അമലിൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ എല്ലാവരും കൊടുത്തു. ഫുഡ് വന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ തന്നെ ഫുഡാണ്, വേണമെന്ന് പറഞ്ഞ ചേട്ടൻ്റെ തുറവൂരുള്ള. അങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഫങ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. എൻ്റെ വീട്ടിലായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടേ. അങ്ങനെ തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയാണ്. നല്ല മഴയുണ്ട്. നമ്മുടെ കുമ്പളം അരൂർപ്പാലമാണിത്. നല്ല മഴയാണ്. അങ്ങനെ വീടെത്താറായി. തൊട്ടടുത്ത് തന്നെ വീട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.